അധ്യായം 25. നിയ്യത്ത്, കർമ്മങ്ങളുടെ കാമ്പ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. കർമ്മങ്ങൾ അവയുടെ ഫലം ഉദ്ദേശ്യങ്ങൾക്കനുസൃതമായിട്ട് മാത്രമായിരിക്കും. ഏതൊരു മനുഷ്യനും ലഭിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് മാത്രമായിരിക്കും. ബുഖാരി, മുസ്ലിം. കർമ്മങ്ങൾ പ്രതിഫലാർഹമാകണമെങ്കിൽ നല്ല നിയ്യത്ത് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിച്ചും അവൻ്റെ കൽപ്പന അനുസരിച്ചും ഒരു കാര്യം ചെയ്യാൻ കരുതുകയെന്നതാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ നിയ്യത്ത്. നല്ല നിയ്യത്തുകളുടെ പ്രത്യേകത ചെയ്യാനുദ്ദേശിച്ച കർമ്മത്തിൻ്റെ പ്രതിഫലം നിയ്യത്ത് കൊണ്ട് തന്നെ ലഭിക്കുമെന്നതാണ്. ഒരുവൻ നന്മ ചെയ്യാൻ വിചാരിക്കുകയും ഏതെങ്കിലും കാരണത്താൽ അത് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അള്ളാഹു അവന് ഒരു പൂർണ്ണമായ നന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ബുഖാരി. ഏതൊരു പ്രവൃത്തിയിലൂടെയും വിശ്വാസികൾ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും അവനിൽ നിന്നുള്ള പ്രതിഫലവുമാണ്. എങ്കിൽ മാത്രമേ അത് റബ്ബിങ്കൽ സ്വീകാര്യമാവൂ. കൃത്യമായ നയവും നിലപാടുകളുമായി ഒരു പ്രവർത്തനം മുന്നോട്ടു പോകുമ്പോൾ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും മാത്രമല്ല ഉണ്ടാവുക. എതിർപ്പുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഏൽക്കേണ്ടി വരും. ചിന്തിച്ചിട്ടുപോലുമില്ലാത്തവ കേൾക്കേണ്ടി വരികയും ചെയ്യും. സന്തോഷത്തിലും സന്താപത്തിലും റബ്ബിൻ്റെ തൃപ്തിക്കും പരലോകരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെന്നും റബ്ബിൻ്റെ മുന്നിൽ കൃത്യമായ വിചാരണ നേരിടേണ്ടി വരുമെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുമായി ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ദ്രോഹം ക്ഷമാപൂർവം സഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയാകുന്നു ജനങ്ങളുമായി ഇടപഴകാത്ത, അവരുടെ ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും സഹിക്കാത്ത സത്യവിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരൻ. അഹമ്മദ്. ഉടയോന്റെ പൊരുത്തമാഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ മനസ്സ് ചാഞ്ചല്യപ്പെടാതെ മുന്നോട്ടു തന്നെ പോകുവാനും ഒരു നന്ദിവാക്കോ പുഞ്ചിരിയോ പോലും പ്രതീക്ഷിക്കാതെ കർമ്മനിരതരാവാനും ഈ തിരുവചനങ്ങൾ സത്യവിശ്വാസികൾക്ക് ഊർജം നൽകുന്നു. നിത്യവൃത്തിക്ക് പോലും സാമ്പത്തിക പ്രയാസമനുഭവിക്കുന്നവർക്ക് വാക്കാലുള്ള സഹാനുഭൂതിയേക്കാൾ ആവശ്യം സാമ്പത്തിക പിന്തുണയാണ്. സ്നേഹവും സഹാനുഭൂതിയും നൽകുന്നത് വഴി മനസ്സിന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും അതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ലല്ലോ. ഖലീഫമാരും സ്വഹാബത്തും കാണിച്ച നേരിൻ്റെ പാതയും നാളേക്കായുള്ള കർമ്മങ്ങളും തിരുവചനങ്ങളിലും ചരിത്രഗ്രന്ഥങ്ങളിലും ധാരാളം കാണാം. രോഗിയായി ഒറ്റപ്പെട്ട് താമസിച്ചിരുന്നൊരു വൃദ്ധ സ്ത്രീയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകിയ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മരുഭൂമിയിൽ പ്രസവവേദനയുമായി കഴിയുന്ന സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഭാര്യയെയും കൂട്ടി പുറപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവും വലിയ വിലയ്ക്ക് കിണർ വാങ്ങി ദാനം ചെയ്ത, ദാരിദ്ര്യകാലത്ത് മദീനയിലെത്തിയ വിഭവങ്ങളത്രയും പാവങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് പോലും പാവങ്ങളുടെയും ദരിദ്രരുടെയും കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് മക്കളെ ഉപദേശിച്ച അലി റളിയല്ലാഹു അൻഹുവും മരണസമയത്ത് പോലും തൻ്റെ സഹോദരന് വെള്ളം നൽകാൻ ആവശ്യപ്പെട്ട് വെള്ളം കുടിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബത്തും ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ്. ഇത്തരം ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബിസ്മിയുടെ തുടക്കം മുതൽ ഇന്നോളം ഈ സ്ഥാപനത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ഒരുപാട് മനുഷ്യരുണ്ട്. ഉമ്മയും ഭാര്യയും മക്കളും മരുമക്കളും മുതൽ പടച്ചോന്റെ കിതാബിലല്ലാതെ മറ്റെവിടെയും പേര് രേഖപ്പെടുത്താത്ത നൂറുകണക്കിന് ആളുകൾ. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, ഉദ്യോഗസ്ഥന്മാർ, കച്ചവടക്കാർ, കൂലിപ്പണിക്കാർ, നാട്ടിലും മറുനാട്ടിലുമായി ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ ബിസ്മിയുടെ ജീവവായുവായ 500-ൽ പരം ആളുകൾ എല്ലാ മാസവും മുടങ്ങാതെ നൽകുന്ന ധനസഹായങ്ങളും ശാരീരികവും മാനസികവുമായ പിന്തുണയുമാണ് ബിസ്മി കൾച്ചറൽ സെന്ററിന് ഉയിര് നൽകുന്നത്. ദുനിയാവിൽ നിന്നൊരു പ്രതിഫലവും ലഭിക്കാനില്ലെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും തങ്ങളാലാവുന്ന മുഴുവൻ പിന്തുണയും ഉറപ്പാക്കി സെന്ററിൻ്റെ സുഗമമായ നടത്തിപ്പിന് കൂട്ടായി നിൽക്കുന്ന ബിസ്മിയുടെ നെടുന്തൂണുകളായ സഹോദരീ സഹോദരന്മാരുടെ നിസ്വാർത്ഥ സേവനത്തിന് പ്രാർത്ഥനകളല്ലാതെ പകരം നൽകാനില്ല. നാഥ, നിന്റെ മാർഗത്തിൽ ഒത്തുചേർന്ന ഞങ്ങൾക്ക് നാളെ അർഷിൻ്റെ തണലേകി അനുഗ്രഹിക്കണമേ. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ. ശ്വാസം നിലയ്ക്കും വരെ സൽപന്ഥാവിൽ ചലിക്കാൻ തുണ നൽകണേ. ജന്നാത്തുൽ ഫിർദൗസ് അണയാൻ വിധി കൂട്ടണേ. ആമീൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം. ഒരിക്കലുമില്ല, അതൊരു വെറും വാക്കാണ്.
അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പിന്നിൽ അവർ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറ ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല. അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ഘനമുള്ളതായോ അവർ തന്നെയാണ് വിജയികൾ. ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ലഘുവായിപ്പോയോ അവരാണ് ആത്മനഷ്ടം പറ്റിയവർ, നരകത്തിൽ നിത്യവാസികൾ. വിശുദ്ധ ഖുർആൻ അധ്യായം 23 സൂക്തം 99 മുതൽ 103 വരെ.